ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഉലുവ അരച്ചിട്ട് കുതിർത്ത് അരച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തക്കാളിക്കും എല്ലാത്തിനും നല്ലതാണ്. പൂവുണ്ടാകുമ്പോൾ ഇപ്പോൾ പൂക്കളുണ്ട്, നല്ലോണം പൂക്കളും കായ്ക്കളും ഉണ്ടാകാൻ വേണ്ടിയിട്ട് കണ്ട പൂക്കളെല്ലാം നല്ലപോലെ ഉണ്ടാകുന്നുണ്ട്. എല്ലാവരും അടുത്തടുത്ത് കൊല വരുന്നുണ്ട്. ഇത് കണ്ട ഇതാ നല്ല പൂക്കളെല്ലാം വരുന്നത്. ഇതാ കണ്ട നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്, നല്ല ഇതായിട്ട് വരുന്നത്. ഇനി ഈ പൂക്കൾ ഇതിലും കൂടുതലായിട്ട് കായ് വേണം വെക്കാനും ഇതിനെല്ലാം വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മുളകും അങ്ങനെ നല്ലപോലെ പൂവും കായും വരുന്നുണ്ട്. നല്ല പൂവും കായും വരുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇതേപോലെ പൂവും കായും വരാൻ വേണ്ടിയിട്ട് പൂങ്കായി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാറ്റിനും നല്ലതാണ്. ഇതൊന്നിന് മാത്രം നല്ല. ഇപ്പോൾ തക്കാളി ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് തക്കാളിയാണ്. തക്കാളി നല്ല ഉഷാറോടെ വരുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഉലുവ കുതിർത്തിട്ട് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും ഉലുവ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി വെച്ചു. അത് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാനിപ്പോൾ അടിക്കുന്നില്ല. ഇന്നിട്ട് മഴ വരുന്ന സംശയം കൊണ്ട് ഇന്നത് അടിക്കുന്നില്ല. നാളെ അടിക്കുക. ഇതിപ്പം തൽക്കാലം ഇത് കുതിർത്ത് വെച്ച ഉലുവ അരച്ചതാണ്. കണ്ട ഇതാണ് ഉലുവ അരച്ചത്. കണ്ട പിന്നെ ഇത് കുറച്ച് അതിൽ മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി. പിന്നെ ഇതിൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതായി, ഇന്നലത്തെ കഞ്ഞിവെള്ളമായി പുളിപ്പിച്ചതായി. പിന്നെ പച്ചവെള്ളം. ഇതിന് വേണ്ടുന്ന പച്ചവെള്ളം മുക്കി വയ്ക്കാൻ വേണ്ടി പച്ചവെള്ളം. ഇത് കൂടിയാണ് ഞാനിന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു വളപ്രയോഗം നടത്താൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ ഇത് കാണുന്നില്ലേ, ഇതെല്ലാം നല്ല സുഖമായിട്ട് വരും. നല്ല പൂക്കളും കായ്കളും ആയിട്ട് വന്ന് നമുക്ക് കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. എല്ലാറ്റിനും നല്ലതാണ്. എല്ലാവരും നല്ലതെന്ന് വെച്ചാൽ വെണ്ടക്കായാലും പിന്നെ തക്കാളിക്കായാലും മുളകിനായാലും എല്ലാം പൂത്ത് നല്ല സുഖമായിട്ട് നല്ല വൃത്തിയിൽ വരുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വളം ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇനി ഇത് ഉണ്ടാക്കട്ടെ. പിന്നെ ഞാനിത് എൻ്റെ വീഡിയോ കണ്ട എല്ലാവരും കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ എല്ലാവരും എന്താ വേണ്ടത് വെച്ചാൽ ഇതിനുള്ള കമൻറ്റെല്ലാം നിങ്ങൾ ചെയ്യണം. എന്നാലും മാത്രമേ എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഇതിനോടൊരു പ്രോത്സാഹനം ഉണ്ടാവുള്ളൂ. നിങ്ങൾ കമൻറ്റും കാര്യങ്ങളെല്ലാം കേൾക്കുമ്പം എനിക്കും ഓരോരാളെല്ലാം എന്നോട് ഇന്നത് ചെയ്യുക അന്നത് ചെയ്യുമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കതൊരു വലിയൊരു സന്തോഷമാണ്. ഓരോരാളെല്ലാം കൃത്യമായിട്ട് പറയുകയും കാണുകയും ചെയ്യുന്നത് എനിക്ക് വളരെ 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 സന്തോഷമാണ്. എനിക്ക് ഞാൻ ഇത്രയും കഴിയാതെ കഴിവ് തടിക്ക് സുഖമില്ലെങ്കിലും ഞാനത് ചെയ്യാൻ എനിക്കൊരു ആരോഗ്യം കിട്ടുന്നുണ്ട്. നിങ്ങളെ ആ ഒരു പറച്ചിലും ആ ഒരു കമൻറ്റുകളിലും നിങ്ങൾ ആ ഒരു ഇതിൽ കാണുമ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ പിന്നെ എനിക്ക് ഉള്ളതിൽ ഒരു ഊർജ്ജം കിട്ടുന്നുണ്ട്. നിങ്ങളെ ആ ഒരു കമൻറ്റും ഇതെല്ലാം ഓരോരാളെല്ലാം പറയുന്ന കമൻറ്റ് ഇട്ടതെല്ലാം കാണുമ്പോൾ അതെല്ലാം എനിക്കത് പിന്നെ ആശ്വാസം തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണണം. നിങ്ങൾ കമൻ്റ് ഇടുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക, എനിക്ക് സപ്പോർട്ട് ചെയ്യുക. ഇനി സപ്പോർട്ടൊന്നും ചെയ്യാത്തവരാണെങ്കിൽ നമ്മളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എനിക്ക് അതാ പറയാൻ ഞാൻ ഇനിയിപ്പോൾ ഇത് നമുക്കിതൊന്ന് ആക്കി നോക്കാം. ഇത് കഞ്ഞിവെള്ളമാണ്. ഈ കഞ്ഞിവെള്ളത്തിൽ ഈ ഉലുവ എടുത്തിട്ട് ഇതിൽ ഒഴിക്കട്ടെ. കുറച്ച് പോയി അരച്ചിട്ട് ഇത് ഈ ഉലുവ വരച്ചിട്ട് നല്ലപോലെ അരച്ചിട്ട് ഇന്നലെ കുതിർത്ത് വെച്ച അതിൻ്റെ വെള്ളം ഇനി തക്കാളിക്ക് എല്ലാം അടിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പൂക്കാനും കായ്ക്കാനും അതിൻ്റെ വെള്ളവും കഞ്ഞിവെള്ളവും കൂടി വേണം. ഇനിയിപ്പോൾ കഞ്ഞിവെള്ളം ഇതിലെടുക്കുമ്പോൾ അതിനും എടുക്കാനില്ല. അതിൻ്റെ കുതിർത്ത വെള്ളം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അരക്കുമ്പോൾ അതിൻ്റെ മേലെ കുതിർത്ത വെള്ളം അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് നാളെ എടുത്തിട്ട് നമുക്കിത് അടിക്കാം. കഞ്ഞിവെള്ളവും വേണ്ട. ഇതിങ്ങനെ ആക്കി ഇതിൽ പിന്നെ ഇത് അത്ര കഞ്ഞീൻ്റെ വെള്ളത്തിൻ്റെ അത്ര തന്നെ കഞ്ഞീൻ്റെ വെള്ളം ഉലുവയുണ്ട്. നല്ലപോലെ അത് നേർത്തിക്കാൻ മാത്രം ആക്കിയിട്ട് പിന്നെ അതിൽ ഒരു 2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാതെ അത് കൂടി അതിലിട്ടിട്ട് ഇത് കലക്കി. ഈ മഞ്ഞൾപ്പൊടി നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്. എല്ലാം മഞ്ഞൾ നല്ല ആരോഗ്യത്തിനും നമുക്ക് തന്നെ ഉള്ള ആരോഗ്യം. ഈ ഉലുവ നമ്മളെ ആരോഗ്യത്തിന് നമുക്ക് അസുഖം വന്നാലും എല്ലാറ്റിനും നമുക്കൊരു തളർച്ച വന്നാലും എല്ലാം ഈ ഉലുവ എന്ന് പറയുന്ന സാധനം നമ്മുടെ ദേഹത്തിനെല്ലാം വാദം പിത്തും അങ്ങനെയുള്ള ഈ നടുവേദന അങ്ങനെയുള്ളവർക്ക് ഈ ഉലുവക്കഞ്ഞി വെച്ച് കൊടുത്താൽ മതി എന്ന് പറയുന്നതൊക്കെ പണ്ടുള്ളവർ.
അതേപോലെയാണ് ഈ ഉലുവ. അതിനാണ് നമ്മൾ ഈ ഉലുവേൻ്റെ പണിയെടുക്കുന്നതിന് ചെയ്യുന്നത്. നമുക്ക് ചെയ്യുന്ന പ്രയോഗം തന്നെയാണ് ഈ പച്ചക്കറികൾക്കും ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് രോഗങ്ങൾക്കുള്ള പ്രതിവിധി നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഈ പച്ചക്കറികൾക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാണ് പരീക്ഷിച്ച് നോക്കുന്നത്. ആ പരീക്ഷണത്തിൽ വിജയിക്കുന്ന കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിതാണ് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കൽ. അതുകൊണ്ട് ഇത് കലക്കിയിട്ട് അടിച്ചു കൊടുക്കുക. ഇത് നല്ലൊരു വാസനയാണ്. അതിൻ്റെ ഇത് ഉണ്ടാകുമ്പോൾ കയ്പ്പുണ്ടാകും, ചെറിയൊരു കയ്പ്പുണ്ടാകും ഉലുവ. ആ ഉലുവ കയ്പ്പുണ്ടാകുമ്പോൾ പിന്നെ ആരും പ്രാണികൾക്കെല്ലാം അത് വന്നിരിക്കുമ്പം എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആക്കുന്നത്. എന്താ നല്ലപോലെ ഇളക്കി കലക്കണം. ഈ ഉലുവ അരച്ച് വെച്ചതായതിന് നല്ല പശ പറ്റും. നല്ല പശയാണ്. എന്താ കട്ടയായിട്ട് വീഴും. എന്താ ഇതിങ്ങനെ നമുക്ക് ഇത് തക്കാളീൻ്റെ മരടിനെല്ലാം കുറേ ഒഴിച്ച് കൊടുക്കാമല്ലോ. എന്താ ഇത് തക്കാളിക്ക് മാത്രമല്ല എല്ലാറ്റിനും നല്ലതാണ്. നല്ല കായ് പിടുത്തത്തിനും എല്ലാറ്റിനും നല്ലതാണ്. അതുകൊണ്ട് ഒന്നിന് മാത്രമല്ല, നമുക്കിത് ഇളക്കി ഒഴിക്കുമ്പോൾ നല്ലൊരു നമുക്ക് ഈ ഉലുവ നമ്മൾ പിന്നെ മരുന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെതായ ഒരു ഉത്സാഹം ഒരു ക്ഷീണം മാറലും നല്ലൊരു തടിക്കാൻ ഒരു ഉന്മേഷമാണ്. അത്രയും നല്ല ആരോഗ്യമുള്ള സാധനമാണ് ഈ ഉലുവ. അതുകൊണ്ട് ഞാനിതിങ്ങനെ ചെയ്ത് നോക്കുന്നതാണ്. കണ്ടോ, ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് എല്ലാത്തിനും ഒഴിക്കുക. വൈനിക്ക് ഒഴിക്കുക, മുളകിന് ഒഴിക്കുക, എല്ലാത്തിനും നല്ലതാണ്. ഇത് നല്ല ഉഷാറായിട്ട് വരും. കായ് നല്ലോണം വണ്ണം വെക്കും. കായ് നല്ല വണ്ണം വെക്കും. പിന്നെ നല്ല വണ്ണത്തിൽ വരും. പിന്നെ അണുക്കൾ രോഗങ്ങളെല്ലാം കുറയും. നല്ല ഒരു വാദത്തിൻ്റെ ഒരു രോഗം മരുന്ന് പോലെയാണിത്. അതുകൊണ്ട് രോഗങ്ങളെല്ലാം കുറയും. അതുകൊണ്ട് വാദം പോലത്തുള്ള രോഗങ്ങളെല്ലാം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പ്രയോഗമെല്ലാം നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഞാനെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അത് നിങ്ങളെ കാണിച്ചു തരും. ഞാൻ വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. നമുക്ക് എങ്ങനെയാണോ മരുന്നുകൾ പ്രയോഗിക്കുന്നത് അതേപോലെയുള്ള മരുന്നുകളെല്ലാം ഞാൻ പ്രയോഗിച്ച് നോക്കലാണ്. ആ സമയത്ത് നല്ല ഉഷാറായിട്ട് കിട്ടുന്നത് കാണുന്നുണ്ട്. നല്ലൊരു പ്രയോഗമാണ് ഇത്. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഇതെല്ലാവർക്കും പിന്നെ നമുക്ക് നല്ലത് തന്നെയാണ്. പച്ചക്കറിക്ക് നല്ല ഒരു ഇത് തന്നെയാണ്. ഇത് നല്ല ഉഷാറായിട്ട് നല്ല കർപ്പോടിയും വരും. ഇത് കഴിയുമ്പോൾ മറ്റേ ഞാൻ കലക്കി വെച്ച ജൈവ വളം കൊണ്ട് കൊടുക്കാൻ ഇത് കഴിയുമ്പോഴേക്ക് അതും കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ പ്രയോഗം. നല്ലപോലെ അങ്ങനെ പച്ചക്കറി നല്ലോണം ഉഷാറായിട്ടുണ്ട്. ഒരു തരത്തിലും പച്ചക്കറി മോശമായിട്ടില്ല. പച്ചക്കറി നല്ല ഉഷാറായിട്ടുണ്ട്. ഒരു തരത്തിലും മോശമായിട്ടില്ല. നല്ലൊരു പച്ചക്കറി തന്നെയാണ്. ഇപ്പം ഒരു മാസത്തിലായിട്ടുള്ളൂ. തുടങ്ങിയിട്ട് ഒരു മാസം 10 ദിവസമായിട്ടുള്ളൂ. 30 ദിവസമേ ആയിട്ടുള്ളൂ. എല്ലാം ഒന്നും ഒരു മാസം തന്നെ ആയിട്ടില്ല എല്ലാം നട്ടതൊന്നും. അതുകൊണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ദിവസവും നിങ്ങൾ കാണുന്നുണ്ട്. അന്നേരം ഇത് പിന്നെ ഞാൻ പറയുന്നതായാലും സത്യമാണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെതായ ഗുണങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണും. ഞാൻ ചെയ്യുന്ന എല്ലാ ഇതും എടുത്തിട്ട് നിങ്ങളെല്ലാ കൃഷിയും ഞാൻ ചെയ്ത ഇതെല്ലാം നിങ്ങൾ എടുത്തിട്ട് കൃഷി ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടും. അതുകൊണ്ട് നിങ്ങളിത് ചെയ്ത് നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാത്തിനും നല്ലൊരു ഗുണമുണ്ട്. പിന്നെ മരുന്നോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും വേണ്ട. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗം മാത്രം ആണിത്. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ എൻ്റെ പച്ചക്കറി ഇതിൻ്റെ കായ്കൾ ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങൾക്ക് കണ്ടാ നിങ്ങൾ കായ് നോക്ക്. വെണ്ടക്ക കണ്ട, വെണ്ടക്ക കണ്ട, വെണ്ടക്ക കണ്ട. ഇതാ വെണ്ടക്ക കണ്ട, വെണ്ടക്ക കണ്ട. ഇങ്ങനെ എല്ലാത്തിലും വെണ്ടക്ക കണ്ട. വെണ്ടക്ക കണ്ട. എല്ലാറ്റിനും വെണ്ടക്ക ഉണ്ട്. കണ്ട, ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. കായ്കളെല്ലാം ഉണ്ടാകുന്നുണ്ട്. നല്ലപോലെ പൂക്കുന്നുണ്ട്, കായ്ക്കുന്നുണ്ട്. അതേപോലെ കക്കിരിക്ക വേണ്ട. കക്കിരിക്ക വേണ്ട. കക്കിരി പിന്നെ താലോലി ഇതെല്ലാം ഇതിൽ ഞാൻ നിങ്ങൾക്ക് കുറേശ്ശായിട്ട് കാണിച്ചു തരാം. എല്ലാത്തിലും കക്കിരിക്ക ഉണ്ടാവുന്നത്രേ.
അങ്ങനെ നല്ലപോലെ ഉണ്ടാകാൻ തുടങ്ങിയില്ല, ഉണ്ടായി വരുന്നത്ര, എന്നാലും ആയി തുടങ്ങി. ഉണ്ടാ ഉണ്ടാ കായ് കണ്ടാ, ഉണ്ടാ കായ് കണ്ടാ, ഇതാ കക്കിരിക്കായത്. ഇതെല്ലാം നിങ്ങൾ താലോലിയായത് കണ്ടാ, താലോലി കണ്ടാ ഇതാ എല്ലാറ്റിലും താലോലിയെല്ലാം നല്ലോണം എല്ലാം ഒരുപോലെ ഉണ്ടാകുന്നുണ്ട്. ഇത് വേണ്ട, ഇതാ എല്ലാ മരുടിനും ഉണ്ടാകുന്നുണ്ടോ, ഒരേപോലെ തന്നെ വരുന്ന കണ്ടാ, ഇതെല്ലാം താലോലി ആണ്. ഇതെല്ലാം ഉണ്ടാകുന്നുണ്ടോ, നല്ല കണ്ടീഷനായിട്ട് ഉണ്ടാകുന്നുണ്ട്. കക്കിരി അങ്ങനെ ആയി വരുന്നത്ര, എന്നാലും കക്കിരിക്ക് ഉണ്ടാകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്കേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ട കക്കിരിക്കണ്ട, അതാ കണ്ട, ഇതിലെല്ലാം പൊട്ടുന്നത്രേ, ഇതെല്ലാം പൊട്ടി വരുന്നേ ഉള്ളൂ. അതെല്ലാം ഓരോ സമയത്താണ് നട്ടിന്, എല്ലാം ഒന്നിച്ച് നട്ടിട്ടില്ല, കുറേശ്ശെ നട്ടിട്ട് ഒന്നിച്ച് നട്ടിട്ടില്ല. ഇതിനൊരു പപ്പായ മരം കണ്ട, കണ്ടാ ഒത്തിരി അയിമിൽ കപ്പൊക്കെ നോക്കിയാൽ പപ്പായ കണ്ടാ. ഇതെല്ലാം അങ്ങനെ ഈടെ ഒന്ന് മാത്രമല്ല, ആടിൻ്റെ ഒന്ന്, അതിന് കുറേ അപ്പുറത്തുണ്ട് ഒന്ന്. അതെല്ലാം നല്ലോണം ഇഷ്ടംപോലെ. അതിനൊന്നും ഒരു വളവും ചെറുകിൽ നട്ടു കൊടുത്ത ബന്ധേ ഉള്ളൂ, വേറെ ഒരു പണിയും എടുത്തിട്ടില്ല അതിന്. അതെല്ലാം നമ്മളെ ഒരു ഇതുള്ള ഒരു പാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം കണ്ടില്ലേ, ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ഈ ഉലുവേൻ്റെ കഞ്ഞിവെള്ളം, ഈ ഉലുവേൻ്റെ കുതിർത്ത് വെച്ച വെള്ളമുണ്ട്, ആ വെള്ളം എടുത്തിട്ട് നാളെ ഞാൻ അടിച്ചിട്ട് കാണിക്കാം. അതാണ് ഇനി ഇതിൻ്റെ മേലെ അടിക്കേണ്ടത്. പൂവും കായ്ക്കും വേണ്ടിയിട്ടാണ് അതിൻ്റെ വെള്ളം, കുതിർത്ത് വെച്ച മേലത്തെ വെള്ളം മേലെ അടിക്കാനാണ്. മറ്റേത് നിലത്ത് മണ്ടക്ക് ഒഴിക്കുമായതിന് മണ്ടക്ക് ഒഴിച്ച് കൊടുക്കുമായിരുന്നു വളമായിട്ട്. ഇത് മേലെ അടിച്ചു കൊടുക്കുന്നത് കായ് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. ഇനി നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് നമസ്കാരം, നന്ദി.